4 വിഷയങ്ങളാണ് അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും പ്രബന്ധം നേരിട്ട് അവതരിപ്പിക്കുന്നത് 2 പേര് മാത്രമായിരിക്കും. ഒന്നാമത്തേത് നാരായണഗുരുവിൻ്റെ സാർവലൗകിക ദർശനവും നടരാജഗുരുവിൻ്റെ ഏകലോകവും ശ്രീ സുഗതൻ എൽ. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കും സമകാലിക ദേശരാഷ്ട്ര സങ്കല്പവും ഡോക്ടർ എസ്.കെ. രാധാകൃഷ്ണൻ. അദ്വൈത ദർശനം സ്പിനോസയിൽ എന്നുള്ള വിഷയം അവതരിപ്പിക്കേണ്ട നിത്യ എത്തിയിട്ടില്ല. ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പവും അതിന് ആധുനിക ദേശരാഷ്ട്ര സങ്കല്പവും എന്നുള്ള പ്രബന്ധം ഇന്നലെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പം നിത്യം ഇല്ലെങ്കിലും ആ വിഷയത്തെപ്പറ്റി ചെറുതായിട്ടൊന്ന് എന്താണ് ആ വിഷയം എന്നുള്ളത് മോഡറേറ്റർ തന്നെ ചെറിയതായിട്ട് ആ വിഷയം പ്രബന്ധ രൂപത്തിലല്ലെങ്കിലും മോഡറേറ്റർ തന്നെ പറയുന്നതായിരിക്കും. അപ്പം പിന്നെ മറ്റ് 2 വിഷയങ്ങളാണ് ഉള്ളത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ അദ്വൈത ദർശനം ലോക സമാധാനത്തിന് എന്നുള്ള ഒരു വലിയ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണ്. ഇവിടെ വരുന്നു, ആളുകൾ പ്രബന്ധം അവതരിപ്പിക്കുന്നു, കേൾക്കുന്നു എന്നുള്ളതിനപ്പുറം ഈ ഒരു അദ്വൈത ദർശനം ലോക സമാധാനത്തിന് എന്നുള്ള ആ ഒരു ചട്ടക്കൂട് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ വെച്ച് കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ആദ്യം തന്നെ നാരായണ ഗുരുകുലം അതെന്താണ്? പഴയ ഒരു ഗുരുകുല മാസികയുടെ എഡിറ്റോറിയലിൽ ഗുരു മുനിനാരായണ പ്രസാദ് എഴുതിയിട്ടുണ്ട്, നാരായണ ഗുരുകുലം ഒരു ശ്രീനാരായണ പ്രസ്ഥാനമല്ല. 2006 മാർച്ച് മാസത്തെ ഗുരുകുലത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് കേൾക്കുന്ന ഒരു അർത്ഥതലം വെച്ചുകൊണ്ടല്ല നാരായണ ഗുരുകുലത്തെ കാണേണ്ടത്. കാരണം നാരായണ ഗുരുവിന് കാലികമായ ഒരു സ്വധർമ്മം ഉണ്ടായിരുന്നു, കാലാതീതമായ മറ്റൊരു. കാലികമായ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ പ്രധാനമായും അന്നത്തെ ഒരു സാമൂഹ്യ വിഷയത്തിൽ അത് പരിഹരിക്കേണ്ടതിന് ആവശ്യമായ വെളിച്ചം വീശുക, അതിനുള്ള പദ്ധതികൾ നടപ്പാക്കുക, അതിനുള്ള ദാർശനികമായ പശ്ചാത്തലം ഒരുക്കുക, അതൊക്കെ കാലികമായ സ്വധർമ്മമായിരുന്നു. തെളിച്ചു പറഞ്ഞാൽ ജാതി വ്യവസ്ഥ അന്ന് ഒരു വേണ്ട ഒരു പ്രധാന പ്രശ്നം, അത് കാലികമായ സ്വധർമ്മം മാത്രമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം ഭാഗത്തും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തും ഒന്നും അല്ല. ഇപ്പോൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അവിടെ കാലാതീതമായ ഒരു സ്വധർമ്മമുണ്ട്. അത് ശരികൾക്കെല്ലാം ശരിയായിരിക്കുന്ന ഒരു വലിയ ശരിയുണ്ട്. ആ ശരി എന്താണെന്നുള്ളത് മനുഷ്യനെ പഠിപ്പിക്കുക, അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക എന്നുള്ളതാണ് ഈ കാലാതീതമായ സ്വധർമ്മം. ഇപ്പോൾ എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. വഴിയെ പോകുമ്പോൾ ആരും തടയുന്നൊന്നുമില്ല. ജാതിയുടെ പേരിൽ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റില്ല. അപ്പൊ അപ്പോഴും പഴയ കാര്യങ്ങൾ ചർവണം ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല നാരായണ ഗുരുകുലം കാട്ടിത്തരുന്ന മാർഗം. ആ ശരികൾക്കെല്ലാം ശരിയായിരിക്കുന്ന ശരി ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ വേണം നാരായണ ഗുരുകുലത്തെ വിലയിരുത്താനും. നാരായണ ഗുരുകുലം സ്ഥാപിക്കുന്നത് തന്നെ നടരാജഗുരു അതിനൊരു ഭരണഘടന ഉണ്ടാക്കി വെച്ച് എഴുതി തന്നിട്ടുണ്ട്. ഗുരുകുലം എന്താണ് എന്തല്ല എന്നുള്ളതൊക്കെ ഈ ഭരണഘടന വായിച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കും. അടിസ്ഥാനപരമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ജീവിതത്തെ പറ്റിയുള്ള പല പാഠങ്ങളും അവിടെ കിട്ടാറില്ല. അപ്പൊ അതൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ജാതി, മത, ലിംഗ, വർഗ, ദേശ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനുഷികമായ വിഭജനങ്ങൾക്കൊക്കെ അതീതമായി ഒരു ദർശനം, അദ്വൈതം
അതൊക്കെ പഠിക്കാനുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് നടരാജഗുരു നാരായണ ഗുരുകുലത്തെ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ആ ഭരണഘടന വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ നമ്മളിരിക്കുന്ന ഈ കെട്ടിടത്തിന് തറക്കല്ലിടുമ്പോൾ നടരാജഗുരു ശിഷ്യനായിരുന്ന നിത്യചൈതന്യത്തിയോട് പറഞ്ഞത്, ഭാവിയിൽ ഇതൊരു സർവകലാശാലയായി മാറണം. ഡിഗ്രി കൊടുക്കുന്ന സർവകലാശാലയല്ല, ജീവിതത്തെപ്പറ്റി പഠിപ്പിക്കുന്ന സർവകലാശാല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഗുരു നിത്യചൈതന്യതി ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു സങ്കല്പം പോലും കൊണ്ടുവന്നിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ UGCയുടെ സർക്കുലർ വന്നു, യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല. നടരാജഗുരു ആദ്യം അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട്, ഇവിടെ താഴെ കയറി വരുമ്പം ആ ഗേറ്റിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ബ്രഹ്മവിദ്യാ മന്ദിരം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട്. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞത് യൂണിവേഴ്സിറ്റി. അപ്പൊ അത്തരത്തിലൊരു സ്ഥാപനമാണ് നാരായണ ഗുരുകുലം. അങ്ങനെ കണ്ടുകൊണ്ട് വേണം അതിൻ്റെ പരിപാടികളിലേക്കും ഇതുപോലുള്ള സെമിനാറുകളിലേക്കും ഒക്കെ പ്രവേശിക്കാൻ. അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനം എന്നുള്ള കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമുക്കതിനെ വേണ്ട രീതിയിൽ വിലയിരുത്താൻ കഴിയില്ല. അങ്ങനെ ഒരു ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോൾ പിന്നീട് അതിന്റെ പേര് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സ് എന്നാക്കി ഗുരു നിത്യ തന്നെ മാറ്റിയിരുന്നു. പാശ്ചാത്യ ലോകത്ത് അതിന്റെ സെന്റർ അവർ ഇപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ വീണ്ടും നടരാജഗുരു ഇട്ട പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന് പറയുന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അതിനൊരു വലിയ സിലബസ് വേണം. അതൊക്കെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് ഗുരു നിത്യ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. തന്നെയല്ല, ഗുരുവിന്റെ കത്തുകൾ നോക്കുമ്പോൾ കാണാം, അവസാന കാലത്ത് ഗുരു എഴുതിയ കത്തി പറയുന്നുണ്ട്, ഈ ഒരു സ്ഥാപനത്തിന്റെ പഠന പദ്ധതിയായി 7 വർഷം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന ഒരു പാഠ്യപദ്ധതി, ബൃഹത് പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഇല്ലാതായാലും ആരെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ആ പാഠ്യപദ്ധതി തന്നെയാണോ ഇവിടെ തുടരുന്നത് എനിക്കറിയില്ല. അപ്പൊ മുനിഗുരു അത് അതിനെ റിവൈസ് ചെയ്യാമെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു പാഠ്യപദ്ധതി ഉണ്ട്, വളരെ ബൃഹത്തായ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. പലപ്പോഴും ഞാൻ കാണുന്നത് ഈ നിത്യ ഫാൻസ് എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് എത്രമാത്രം ഗുരുവിന്റെ ഈ ഒരു തലം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അവരോടൊക്കെയുള്ള ഒരു കടപ്പാട് കൂടിയാണ് നാരായണ ഗുരുവിന്റെ ഏകലോക വീക്ഷണം. അത് ലോകത്തെത്തിക്കാൻ നടരാജഗുരു നടത്തിയ ശ്രമങ്ങൾ, അതിന്റെ തുടർച്ചയായി ഗുരുനിത്യ ആവിഷ്കരിച്ച ഈ പാഠ്യപദ്ധതി, അപ്പൊ ഈ ഗുരുക്കന്മാരോടൊക്കെയുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നത് കൂടിയാണ് ഇത്തരം സെമിനാറുകൾ. തന്നെയല്ല, ഈ സന്ദേശം എങ്ങനെ ലോകത്തെത്തിക്കാം എന്നുള്ളതുകൊണ്ട് നടരാജഗുരു 1970-കളിൽ ഏഴിമലയിൽ വെച്ച് ലോകസമാധാനം ഏകാത്മകതാ ബോധം വഴി വേൾഡ് പീസ് ത്രൂ യൂണിറ്റി അണ്ടർസ്റ്റാൻഡിങ് എന്ന പേരിൽ ആഗോള സെമിനാർ പരമ്പര തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഗുരു എഴുതിയിരിക്കുന്നത്, എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ട് പോകണം. കേരളത്തിൽ വെച്ചല്ല, ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വെച്ച് അങ്ങനെ നടത്തിക്കൊണ്ട് ഇത് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗുരുക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനാണ്. അപ്പൊ അതുകൊണ്ട് നാളെ ഇപ്പൊ ലോക സമാധാനം വരുമോ എന്ന് ചോദിച്ചാൽ നാളെ വരുമൊന്നുമില്ല. പക്ഷെ വലിയ സ്വപ്നങ്ങൾ കാണുക, അത് മൃഗങ്ങൾക്കൊന്നും അങ്ങനെ സ്വപ്നം കാണാനൊന്നും പറ്റില്ല. ഒരു പൂച്ച പരമാവധി സ്വപ്നം കണ്ടാൽ ഒരു ബെഡ് കയറി കിടക്കുന്ന സ്വപ്നം കാണാൻ പറ്റും, അവിടുന്ന് ഓടിക്കാതെ കിടക്കുന്ന സ്വപ്നം കാണാൻ പറ്റും. ഒരു നായക്ക് പരമാവധി സ്വപ്നം കാണാൻ പറ്റുന്നത് മനുഷ്യനെ യജമാനനാക്കി ഒരു കയറ് കെട്ടി കൊണ്ടു നടക്കുന്ന സ്വപ്നം കാണാൻ പറ്റും. അതിനപ്പുറത്ത് ലോക സമാധാനമൊന്നും മൃഗങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല, മനുഷ്യനെ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പല പല തലങ്ങൾ ഈ ഒരു സെമിനാർ പരമ്പരയുടെ പുറയിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മളതിലേക്ക് പ്രവേശിക്കാൻ. ആ വലിയ സ്വപ്നങ്ങൾ, അവരുടെയൊക്കെയുള്ള കടപ്പാടുകൾ, ഇതെല്ലാം അതിന്റെ പുറയിലുണ്ട്. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. അദ്വൈത ദർശനം ലോക സമാധാനത്തിനും അതുമായിട്ട് നേരിട്ട് വരുന്ന ഒരു വിഷയം തന്നെയാണ് നാരായണ ഗുരുവിന്റെ സാർവലൗകിക ദർശനവും നടരാജ ഗുരുവിന്റെ ഏകലോകവും. നാരായണ ഗുരു ഒരു ഋഷിയുടെ ഭാഷയിൽ കൂടി ഋഷിയുടെ ഉൾക്കാഴ്ച അവതരിപ്പിച്ചത്, നടരാജ ഗുരു ആധുനിക ലോകത്തിന് മനസ്സിലാകാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു അക്കാഡമിക് സ്റ്റൈൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ നടരാജ ഗുരു അതെല്ലാം വളരെ വിസ്തരിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ്.
ഏതാണ്ട് 40 വർഷം എടുത്തുകൊണ്ടാണ് ആൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന പുസ്തകം പോലെ എഴുതിയിരിക്കുന്നത്. അത് എല്ലാവർക്കും വായിച്ചു പഠിക്കാനുള്ളതല്ല, അതിനുവേണ്ടിയല്ല എഴുതിയത്. എങ്കിലും അങ്ങനെ ഒരു വലിയ ബൃഹത് ഗ്രന്ഥം, ഒരു ഗൈഡ് ലൈൻ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഏഴുമലയിൽ നടന്ന സമ്മേളനത്തിന്റെ എല്ലാം എൻ്റെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന ആ പ്രബന്ധങ്ങളെല്ലാം നടരാജഗുരുവിന്റെ ശിഷ്യനായിരുന്ന കരൺ ബി ബ്രോളർ അദ്ദേഹം അതെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. പിന്നീടത് അത്തരത്തിൽ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇപ്പം കുറച്ചെങ്കിലുമൊക്കെ, ഇപ്പം ഇഗ്നു ആദ്യത്തെ ദിവസം ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ ഡോക്ടർ ജലജകുമാരി, അവരൊക്കെ മുൻകൈ എടുത്തിട്ട് ദേശീയ സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവരൊരു വെബിനാർ സീരീസ് അതിനെപ്പറ്റി നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രമുണ്ട്, കേരള സർക്കാരിൻ്റെയാണ്. അവരും തിരുവനന്തപുരത്തെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സൽ ഫെഡറേഷൻ അവർ ചേർന്നിട്ട് ഈ നടരാജഗുരുവിന്റെ ആശയത്തെപ്പറ്റി ഒരു ദിവസത്തെ സെമിനാർ പരമ്പര നടത്തിയിരുന്നു. അങ്ങനെ കുറേശ്ശെങ്കിലും ഇപ്പോൾ ഈ ഒരു ആശയം പുറത്തേക്ക് വരുന്നുണ്ട്, ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്. നാരായണ ഗുരു അഖിലരും ആത്മസുഖത്തിനെന്നാണ് പറയുന്നത്, കേരളത്തിലെ ആൾക്കാരെ മാത്രമല്ല. അപ്പൊ ആ ഒരു വിശാല വീക്ഷണം, അതിന്റെ പശ്ചാത്തലത്തിലാണ് നാരായണ ഗുരുവിന്റെ സാർവലൗകിക ദർശനവും നടരാജഗുരുവിന്റെ ഏകലോകവും. പിന്നെ 2 പ്രബന്ധം മാത്രം ഉള്ളത് കൊണ്ട് എനിക്ക് 35 മിനിറ്റ് പോകാൻ സമയമുണ്ടല്ലോ, 2 പേരുണ്ട്. സാറിന് ഒരു പരമാവധി 35 മിനിറ്റ് അത്ര, അതിന് കുറച്ചാലും കുഴപ്പമില്ല, പരമാവധി. സാറിന് നമ്മൾ 20 മിനിറ്റൊക്കെയാണ്, ഇന്നിപ്പം 2 പേരില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സാറ് തിരുവനന്തപുരം സ്വദേശിയാണ്, സ്ഥിരമായിട്ട് ഗുരുകുലത്തിൽ വരുന്ന ആളാണ്. സാറിനെ കാണുമ്പോൾ എല്ലാം കൂടെ ഉള്ളത് ഇത് ഉണ്ടെന്നറിയില്ല, ശിവബാബു ഇവർ രണ്ടുകൂടിയാണ് ഇങ്ങനെ മിക്കവാറും വരുന്നത്. അപ്പൊ സാറിനെ സ്നേഹപൂർവ്വം ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. നാരായണ ഗുരുവിന്റെ സാർവലൗകിക ദർശനവും നടരാജ ഗുരുവിന്റെ ഏകലോകവും. ഉൾക്കരുത്തേകുന്ന ഒരു ശക്തി പ്രഭാവമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുദേവൻ സമൂഹത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും സ്പർശിക്കുന്നുണ്ട്. ദ ടോട്ടൽ കോൺഷ്യസ്നെസ്സിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രതിഭാധനന്, വേൾഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭാധനനായിരുന്നു ശ്രീനാരായണ ഗുരു. ആ അഡോംസിറ്റ് ആർജിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു ആചാര്യനും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സയന്റിഫിക് ട്രൂത്ത്. എന്താണ് നാരായണ ഗുരുവിൻ്റെ വിശേഷത എന്ന് ചോദിച്ചാൽ, ബഹുമാനിയായ നാൻസി പറഞ്ഞതുപോലെ വാട്ട് നോട്ട്, എന്തായിരുന്നില്ല എന്നുള്ള കൺസംഷനിൽ ചെന്നയിക്കണം. ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും ആർജിച്ചെടുത്ത ശക്തിപ്രഭാവത്തിൻ്റെ, നോളജിൻ്റെ, നടരാജഗുരു പറഞ്ഞതുപോലെ വിഷ്ടത്തിൻ്റെ, ആത്മസ്രോതസ്സിൽ വർദ്ധിച്ച ഒരു ത്യാഗോജ്വല ജീവിതത്തിൻ്റെ, തപസ്സിൻ്റെ തന്നെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത സംസ്കാരം, അല്ലെങ്കിൽ ആർജിച്ചെടുത്ത എനർജി, കോസ്മിക് പവർ കൺവേർട്ടഡ് ടു ഓൾ മാസസ്. ആ മാസിന് വേണ്ടി നിലകൊണ്ട തൻ്റെ തപസ് ശക്തിയെ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്ത ഉൽപ്പത്തിഷ്ണുവായ ഒരു സാഗിയായിരുന്നു നാരായണ ഗുരു എന്ന് നാം മനസ്സിലാക്കണം. ഏറ്റവും ഫസ്റ്റ് കിട്ടുന്നത് പിറന്നു പിറന്നില്ല ഒരിനം, പുണരാത്ത ദിനമില്ലെന്ന് പറഞ്ഞ ആ ശാസ്ത്രത്തിനത്തേക്ക് പിണ്ടനന്ദിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന മെഡില്ല ഓംബ്ലാക്ക് പരിണമമായ ആ പുംശ്രീ സംഗമത്തിൽ ഉദിച്ചു ചേരുന്ന ഒരു ബീജത്തിന്റെ പരിണാമ ശുദ്ധിയെ സുവോളജിക്കൽ എന്ന് പറയാൻ നോക്കൂല, ഗൈനക്കോളജിയുടെ ആത്മസത്ത കണ്ടെത്തിയ മഹാനുഭാവനായിരുന്നു ശ്രീനാരായണ ഗുരു. എങ്ങനെ ഒരു ഭ്രൂണത്തിന് വർധന, അതിന്റെ വികാസ പരിണാമം ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് വിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അറിവിന്റെ സ്രോതസ്സായിരിക്കേണ്ട ഒരു വസ്തുവിന് ഈ പ്രപഞ്ചം കൊടുക്കുന്ന പല പോരായ്മകളും കൊണ്ട് അത് അറിവിൻ്റെതല്ലാത്ത ഒരു ഗന്ധർവ ലോകത്തിലേക്ക് പോകുമെന്ന് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഗന്ധർവ ലോകത്തെ അധപ്പതിപ്പിക്കാതെ ഭ്രൂണത്തിന്റെ പരിണാമ സിദ്ധാന്തങ്ങളെ, അത് മാറി മാറി വരുന്ന ദശാസന്ധികളെ എത്ര ശാസ്ത്രമായി, ഡയലക്റ്റിക് മെറ്റീരിയലിസം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഭൗതിക സുഖത്തിന്റെയും ആത്മസത്തയുടെയും 2 സത്തകളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നും അങ്ങനെ ഒന്നില്ല. അദ്വൈതം പരമാദ്വൈതമെന്നും
വിശിഷ്ടാദ്വൈതമെന്നോ പരമപരമാദ്വൈതമെന്നൊന്നുമില്ല, അദ്വൈതം മാത്രമാണെന്നുള്ളത് കണ്ടെത്തിയ മഹാനാണ് ഗുരു. സകലരിൻ കമ്പാഷൻ, ഏകലോക ഏക പൗര സിദ്ധാന്തം, അത് തന്നെയാണ് നടരാജ ഗുരുവിന്റെ ആത്മസത്തയും. ഗുരുവിന്റെ ആത്മസത്തയിൽ ഊറി വന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പുണർന്നു വരുന്ന ഒരിനം എവിടെയാണെങ്കിലും ഈ ഭൂലോകത്തിന്റെ ഏത് പ്രാപഞ്ചിക നോക്കുകോണിലാകട്ടെ, അത് ഇവിടത്തെ ഈ പ്രപഞ്ചത്തിന്റെ വസ്തു അംശഭാവമാണെന്ന് മനസ്സിലാക്കിയ ഒരു യതി ഋഷിയായിരുന്നു നാരായണ ഗുരു. നാരായണ ഗുരുവിന്റെ ആത്മസത്ത എന്ന് പറയുന്നത് ടോട്ടലി ശാസ്ത്രീയമായിരുന്നു. ശാസ്ത്ര സത്യം കണ്ടെത്തി ആ ശാസ്ത്രം മനുഷ്യന് കണ്ടാണ് ജനത്തിന് സംഭാവന ചെയ്തതിന്റെ തേജോ രൂപമാണ്. ഉദയസൂര്യൻ എന്നൊന്നും പറയേണ്ട, ജ്വലിച്ചു നിൽക്കുന്ന ഭാവതലങ്ങളെ നമ്മളുടെ മനസ്സിലേക്ക് ആർദ്രവുമായി ഇറക്കി വിടാൻ കഴിയുന്ന ആത്മസത്തയുടെ അനുരാഗിയായിരുന്നു നാരായണ ഗുരു. ഇന്ത്യ ചരിത്രത്തിൽ മനഃശാസ്ത്രത്തിന്റെ അപഗ്രഥിച്ച് യതി നമുക്ക് സമ്മാനങ്ങൾ തന്ന മനസ്സിന്റെ അവഗ്രഹ സിദ്ധാന്തത്തെക്കുറിച്ച്, മാനസിക വികാസ പരിണാമങ്ങളെക്കുറിച്ച് ഇതേപോലെ ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മഹാനാണ് നടരാജ ഗുരു. കഴിഞ്ഞാൽ അടുത്ത് നിത്യചൈതന്യ യതി. മനുഷ്യന്റെ ഈ സമൂഹത്തെ എങ്ങനെ ഉദ്ധരിക്കാമെന്ന് നാരായണ ഗുരു പഠിച്ചു. അവരിലുണ്ടായിരുന്ന തിന്മയി ഭാവങ്ങളെ എല്ലാം നിഷ്കാസനം ചെയ്യുന്നു. അവന് വിദ്യാഭ്യാസവും സമാധാനവും എന്തെല്ലാം വഴികളിലൂടെ നേരത്തെ സാർ സൂചിപ്പിച്ചെടുക്കുന്ന നമുക്കിപ്പോൾ മുടങ്ങിക്കിടക്കുന്ന നടരാജഗുരുവിന്റെയും യതിയുടെയും സങ്കല്പങ്ങളെ നമുക്ക് പുനരുദ്ധരിപ്പിക്കപ്പെടുന്ന അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നേരത്തെ സാറ് സൂചിപ്പിച്ചല്ലോ, സർക്കാരിന്റെ അതിശയ സാംസ്കാരിക വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അധപ്പതിപ്പിക്കേണ്ടതല്ല നടരാജഗുരു. നമ്മളുടെ ഈ ഗുരുകുല സമ്പ്രദായത്തിലൂടെ വളർന്ന് നമ്മൾ ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയായി ഡെവലപ്പ് ചെയ്യാനുള്ള മഹാനുഭാവന്റെ ആ ആഗ്രഹം സാംശീകരിക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ അറിവിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുന്ന പ്രതിഭകളെ വന്ന് ഗുരുവിന്റെ ആത്മസത്യത്തിന്റെ ആത്മപ്പൊരുൾ നമുക്ക് വെളിച്ചമായി വിതറാൻ കഴിയുന്ന ഒരു സ്രോതോ പ്രഭാഗമായി സമൂഹത്തിന് നമുക്ക് നന്മയുടെ വിത്തുകളെ എറിഞ്ഞു കൊടുക്കാനുള്ള ഒരു മെനഞ്ഞെടുപ്പിന്റെ സങ്കേതമായി ഗുരുകുലം ഉയരണം. അത് ഭാവിയിലെങ്കിലും ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നേരത്തെ സാർ സൂചിപ്പിച്ചതല്ലേ, ലോകം ഇന്ന് എന്തെല്ലാം വിപത്തുകൾക്ക് അതീതമായി കൊണ്ടിരിക്കുന്നു. ആ വിപത്തുകൾ എന്താണ്? ഒന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് അകമനവും പുറമനവും ഉണ്ടോ? ഇല്ല, ഒരു മനമേ അവനുള്ളൂ. പക്ഷേ സമൂഹത്തിൽ അവൻ എടുത്തെറിയപ്പെടുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവന് പുറത്തെറിയപ്പെടുമ്പോൾ അവന് കിട്ടേണ്ട അവകാശങ്ങൾ, അവന് ബോധധാരയിൽ കൺവേർട്ട് ചെയ്യപ്പെടേണ്ട ആ ബോധ അറിവ്, വിശ്വത്തിന്റെ ശാഖയിൽ നിൽക്കുന്ന അറിവ് പ്രദാനം ചെയ്യാൻ അവൻ എന്തൊക്കെ വേണം, വാട്ട് സോഴ്സസ് വേണം. നേരത്തെ ഇവിടെ ഗുരു മുനിനാരദ പ്രസാദ് സ്വാമി സൂചിപ്പിച്ചതുപോലെ വെറും സർവേക്കല്ല് നാട്ടുകാരനായിരുന്നില്ല നാരായണ ഗുരു. വെറും വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന്റെ ഒരു അപ്പോസ്തലനായിരുന്നില്ല. എങ്കിൽ ആ മെഡില ബ്ലാങ്കറ്റ് നമുക്ക് തകർത്തെറിയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ളതല്ലായിരുന്നു നാരായണ ഗുരു. നാരായണ ഗുരു ഇവിടെ ട്രീറ്റ് ചെയ്ത സമൂഹത്തെ കൺസർവേറ്റീവ് മേഡിൽ, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ട്രീറ്റ് ചെയ്ത ഒരു മഹാ വിഷ്ടം, ഡോക്ടർ എന്നൊന്നും പറയാനുള്ള വിഷ്ടമായിരുന്നു നാരായണ ഗുരു. ഒരു ഡോക്ടറോ ഒന്നും അല്ലായിരുന്നു ചികിത്സിച്ച, അറിവായിരുന്നു എന്നാണ് ഗുരു. സാക്ഷാൽ പരബ്രഹ്മം എന്ന് നമ്മളൊക്കെ പറയുമല്ലോ, ബ്രഹ്മമായിരുന്നു നാരായണ ഗുരു. വാട്ട് കോൺട്രവേഴ്സ്യൽ ഡിഫറൻസസ് ബിറ്റ്വീൻ നടരാജ ഗുരു, നാരായണ ഗുരുവിന് തമ്മിലുള്ള വ്യത്യാസ സാജാത്യ വൈജാത്യങ്ങളെ കുറിച്ച് അന്തർധാരയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗുരു അറിവായിരുന്നു. അതേസമയം നടരാജ ഗുരുവിന്റെ ആത്മസത്തയിൽ നമ്മൾ ഒന്നുകൂടെ കുറച്ചാണെങ്കിൽ നടരാജ ഗുരു തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗുരുവിന്റെ കിച്ചനിൽ നിന്ന് പഠിച്ച വിവേകബോധം എനിക്ക് ലോകാന്തരങ്ങളും ഭുവനാനന്തര യൂണിവേഴ്സിറ്റികളിൽ ചെന്നപ്പോഴേക്കും സമാർജിതമായി കിട്ടാനുള്ള ഒന്ന് അല്ലായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല.
നാരായണ ഗുരുവിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ദ വേൾഡ് ഫേമസ് സ്കോളറിന്റെ ആ ഒരൊറ്റ വാക്യം മതി നാരായണ ഗുരുവിന്റെ മഹാത്മ്യം അറിയാൻ. അത്രത്തോളം ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളെ പുണർന്നു പറയും. അതുപോലെ തന്നെയാണ് ശാസ്ത്രത്തിന്റെ അതിന്റെ ബ്രഹ്മരഹസ്യത്തെ കുറിച്ചൊക്കെ നമ്മളിവിടെ സഞ്ചരിച്ചുള്ളൂ. നമ്മൾ ആപ്തമായ നമ്മളുടെ കുറെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ചൊന്നും മാത്രം അതിനെ കമ്പാറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. നോക്കുക, ഐൻസ്റ്റീൻ്റെ അറ്റമിക് ഫിഷനും ഫ്രിക്ഷനും എല്ലാം ഒക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ടുന്ന പവറിന്റെ എനർജി നാം സാക്ഷാൽ എനർജി, വിവേക എനർജി മാത്രമാണ്. അതല്ലാതെ നമ്മളിൽ ഒന്നും തന്നെ ഇല്ല. പ്രപഞ്ചം തരുന്ന ബാഡ്നെസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ബാഡ് ആവുന്നു. ആ നേരത്തെ പറഞ്ഞ ഭ്രൂണത്തിന്റെ പറമ്പിലുള്ള അവിടെ ഇരുന്നപ്പോൾ അവൻ എന്ത് സുഖസായിയായ മധുരമായ പ്രപഞ്ചത്തിൽ ആ ജയിലിൽ അവൻ വസിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ആ മനസ്സിന്റെ വെളിച്ചം പ്രപഞ്ചത്തിൽ വന്നപ്പോൾ വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും എടുത്തുചാട്ടപ്പെടുത്തുന്നതിനും അവന് ഉപേക്ഷിക്കുന്നതിൻ്റെയും തിക്തഫലങ്ങൾ അറിഞ്ഞപ്പോൾ അവന്റെ മനസ്സൊന്നെന്താണ്? അവൻ രൂപഭാവങ്ങളിലായി പല രൂപത്തിലും വികൃതികളായി നല്ല കുഞ്ഞ് ചീത്ത കുഞ്ഞായി പരിണമിക്കുന്നു. ആ പരിണാമ പ്രക്രിയയാണ് നമ്മളുടെ സമൂഹം ഇന്ന് പ്രദാനം ചെയ്തത്. അത് മാറ്റപ്പെടണം. സമൂഹം എങ്ങനെ ഇരിക്കണം എന്ന് നാരായണ ഗുരു പഠിപ്പിച്ചു. തൻ്റെ കിട്ടിയ ഉൾവെളിച്ച അറിവ് നാരായണ ഗുരു സമൂഹത്തിന് സംഭാവന എന്ന് പറഞ്ഞല്ലോ. സോഷ്യൽ റിഫോർമേഷൻ ഒരു സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് നിലകൊണ്ടത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാൻസി സൂചിപ്പിച്ചത് പറഞ്ഞല്ലോ, സമസ്ത അറിവിന്റെയും വെളിച്ചമാണ്. അപ്പോൾ വിദ്യാലയങ്ങൾ വിവേകം ഉണ്ടായാൽ മാത്രമേ ഈ ഇന്റലക്ച്വലിസമും വിവേകവും സമ്പൂർണതയും ഇവിടെ കേരളത്തിൽ അല്പമെങ്കിലും ബാക്കി നിൽക്കുന്നത് ഗുരുവിന്റെ ആത്മസത്തയിലൂറിയ വെളിച്ചം പകർന്നു നൽകിയത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരു ആത്മവിളക്കാണ്. അതിലെ എണ്ണയും ആ തിരിയും കത്തി നശിച്ചാൽ ഈ പ്രപഞ്ചത്തിന് ശാന്തിയുടെ ആത്മസ്രോതസ്സായി വരാനുള്ള ആഗ്രഹം തകർത്തെറിയപ്പെടും. ഇന്ന് നോക്കൂ, അത് നമ്മളെ എങ്ങനെ ഭരിക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യപ്പോഴത്തേക്ക് ഗുരുവിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ഗുരുവിന്റെ ഇന്റലക്ച്വൽ വൈഷ്ണവ ഭാവതലങ്ങളിൽ നിന്ന മഹാത്മാക്കാരും അത് ഫോർമേറ്റ് ചെയ്യാനുണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ച പ്രിയാമ്പിൾ തന്നെ പറയുന്നുണ്ട് ആ സത്തകൾ ഇന്ത്യയിൽ പരിപാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ എഴുതി വെപ്പിക്കപ്പെടാൻ എത്രത്തോളം ദിനരാത്രങ്ങൾ ഗുരു ചെലവാക്കി എന്നുള്ളത് നാം മനസ്സിലാക്കണം. സമതാബോധം, ഏകാത്മതാബോധം, സാർവലൗകികത, ഗുരുവിന്റെ സാർവലൗകികത എന്താണ് മനസ്സിലാക്കാനുള്ളത്? അതെല്ലാം തന്നെ ഈ കമ്പാഷൻ ആൻഡ് മേഴ്സിയാണ് ഈ ഭുവനത്തെ നിയന്ത്രിക്കുന്നത്. ട്രംപിനെ പോലുള്ളവരോ കോർപ്പറേറ്റുകളോ രാജ്യാന്തര രാഷ്ട്രീയ വിപത്തുകളുടെ മൂർത്തി രൂപങ്ങൾക്കോ തകർക്കാൻ ഉപയോഗപ്പെടുത്ത ശാസ്ത്ര സത്യത്തിന്റെ അറിവ് കമ്പാഷൻ കൺവേർട്ട് ചെയ്ത ബുദ്ധൻ കഴിഞ്ഞാൽ ഈ ലോകം കണ്ടതിൽ വെച്ച ലൈറ്റ് ഓഫ് വേൾഡ് ആയി ഗുരു മാറുന്നു. ഏഷ്യയിൽ നിന്ന് അത് നിൽക്കുന്ന ലൈറ്റ് ഓഫ് ഏഷ്യ അല്ലാതെ ഒരു ലോകത്തിന്റെ വെളിച്ചമായി മാറുന്ന ഒരു സംഭവ വികാസം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതാണ് ഗുരു. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന സമത, തുല്യത, ഏകത, എല്ലാവരും ഒന്ന് സമം, ആർക്കും ഒരു പ്രക്രിയാവിശേഷത്തിലും വിഭിന്ന തലങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നും ഇത് സുഖസ്ഥായിയായി ഇവിടെ ഈ ജീവിതം കിട്ടിയ സുഖമായി നമുക്ക് കിട്ടിയ ജീവിതം സുഖസ്ഥായിയാവുന്ന ആഗമ ഗച്ഛ പ്രക്രിയയിലൂടെ നമ്മൾ വിട്ടെറിഞ്ഞു പോകേണ്ടതാണ്. ഇനി ഗുരുവിന്റെ ഇന്റലക്ച്വലിസം ഡിവൈൻ ചെയ്തിരിക്കുന്ന ഒരു പോയമാണ് ജനനി നവരത്നന്ദ. അത് ബോധം, ഗുരുവിന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റ് ഈ പ്രപഞ്ചം പോലും ഇല്ല ബോധത്തിന്റെ മുമ്പിൽ എന്നുള്ള അതാണ്. അത് അദ്വൈത ദീപികയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോന്നായി അവയവം മുറിച്ചു മാറ്റിയാൽ എവിടെ ചെന്നെത്തുമെന്ന്, പഞ്ഞിയുടെ അല്ലെങ്കിൽ മുണ്ടിന്റെ വസ്ത്രത്തിനുണ്ടാകുന്ന വസ്ത്രാവിശേഷത്തിന്റെ ആത്മപൊരുള് സത്യമെന്തെന്ന് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ കാലത്ത് രാത്രി ഇരുന്നപ്പോൾ എനിക്കൊരു ഭ്രാന്തുണ്ടായി. ഞാൻ രാത്രിയിൽ എന്ന് പറയുന്നവരിൽ നിന്നായിട്ട് അടിച്ചു നോക്കി. എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ഞാൻ സൈക്കോളജിക്കൽ മാനസിക വിഭ്രാന്തി ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അടിച്ചു നോക്കി. ഏയിലൊന്നായിട്ട് ആദ്യം അടിച്ചു,
വാട്ട് ഈസ് ബ്രഹ്മ, ബ്രഹ്മൻ എന്താണെന്ന് ഞാൻ ചോദിച്ചു. അതിനെനിക്ക് കുറച്ച് കാര്യം. ഈ ലോകത്തിന്റെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കോൺഫറൻസിലാണെന്ന് തോന്നുന്നു ഗുരു പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ബ്രെയിൻ ഇല്ലാത്ത കുറെ കുട്ടികളെ സൃഷ്ടിക്കുന്ന ഒരു പ്രപഞ്ചമായി നമ്മളുടെ ഈ രാജ്യം അവസാനം കാണും. എനിക്ക് ആൻസർ തന്നത് ആരെന്നറിയാമോ? എയിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ തന്നത് ആരാണ്? ഏതോ ഞാൻ കാണാത്ത അദൃശ്യ രൂപങ്ങളിരുന്ന 3-4 ഇന്റലക്ച്വൽസ് ആയിട്ട് അവരതിൽ കമ്പോസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മാറ്ററാണ് എൻ്റെ ആൻസറിന് തന്നത്. എൻ്റെ മേലെ ബുദ്ധിശക്തിയെ വികാസ പരിണാമങ്ങളിൽ എത്തിക്കാന്ന് നേരത്തെ പറഞ്ഞ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഡ്രീം യൂണിവേഴ്സിറ്റി ആവരുത്. ഇറ്റ് ഈസ് എൻ ആക്ച്വൽ പ്രാക്ടിക്കബിലിറ്റിയിലാണ് നാരായണ ഗുരു നിന്ന് പിടിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കബിലിറ്റി എന്താണ്? അവിടമാണ് ചിന്തിക്കുകയാണ്. പ്രയോഗിക്കപ്പെടുന്ന വേദാന്തത്തിന് സ്ഥായിത്വമുണ്ട്. പ്രയോഗിക്കപ്പെടുന്ന വേദാന്തത്തിന് കാലാനുസൃതമായി നീണ്ടുപോകുന്ന കാംക്ഷിക്കാനുള്ള ആഗ്രഹമല്ല ഒരു വേദാന്തിക്ക് വേണ്ടത്. ഈ പ്രപഞ്ചത്തെ സർവസുഖവും പ്രദാനം ചെയ്യുന്ന സർവാത്മകമായ ഏകബോധാടിസ്ഥാനത്തിലുള്ള അവന്റെ പ്ലഷർനെസ് എങ്ങനെ ഗിഫ്റ്റായി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ദാർശനികം നോക്കാനുള്ളത്. അല്ലാതെ പദ വിച്ഛേദങ്ങളിലും അനുസായങ്ങളും വൃഥാനുസായികളിലൊന്നും മയങ്ങാതെ അത് ഷോർട്ട് സ്ട്രീറ്റ് ചെയ്ത ഒരാളാണ്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ ഈ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം. ഓൾ ഓബ്ജക്ട്സ്, സബ്ജക്റ്റീവ്സും ഓബ്ജക്റ്റീവ്സും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. രണ്ടും അതും ഇതും ഒന്നാവും, ഏകാത്മകതയിലാവും. അടഞ്ഞു തീരുമ്പോഴാണ് സബ്ജക്റ്റീവ്സും ഓബ്ജക്റ്റീവ്സും യൂണിഫൈ ചെയ്യുമ്പോഴത്തെ യൂണിറ്റി ഉണ്ടാവുമ്പോൾ മാത്രമേ ആ കോൺഷ്യസിൽ ഏകാത്മക ബോധത്തിൽ അമരുമ്പോൾ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാൾ അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം. പുനരിവിടെ ത്രിപിടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം. ഗുരുവിന്റെ ഗോഡ് കൺസെപ്റ്റ് നോക്കുക. ലൈറ്റ് ഈസ് ഗോഡ്, എനർജി ഈസ് ഗോഡ്, ബോധം, വിസ്ഡം ഈസ് ഗോഡ്. ഇതാണ് ഗുരുവിന്റെ കൺസെപ്ഷൻ. ഗുരു വെറും പ്രതിഷ്ഠകളുടെ അധിഷ്ഠിത പുരുഷനല്ല, ആത്മസത്തയുടെ കടഞ്ഞെടുത്ത ആത്മപ്രജ്വലിത സന്തതിയാണ് നാരായണ ഗുരു. ആത്മാവിന്റെ വെളിച്ചം തന്ന ആത്മോപദേശ ശതകം നിങ്ങൾ പഠിക്കുക. ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കും. അവരന് വേണ്ടി നമ്മൾ പ്രയത്നം ചെയ്യണം, അല്ലാതെ ആർക്കും വേണ്ടിയില്ല. അവരന് വേണ്ടി ചെയ്യണം. നാം ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ സുഖ സാഹിത്വത്തിലോ സുഖാനുഭവത്തിലോ അടങ്ങാതെ അവരന് വേണ്ടി പ്രയത്നം ചെയ്യണം. അതാണ് കമ്പാഷൻ, അതാണ് ഏകലോകത്വം, അതാണ് സാർവലൗകികത. സമയ ചുരുക്കമുള്ളതുകൊണ്ട് ഗുരുവിൻ്റെ ഈ തൈഷ്ണിക പ്രതിഭാധനന്റെ ഈ ലോകം ഏകലോക സങ്കല്പത്തിന്റെ വെളിച്ചമായ നാരായണ ഗുരുവിന്റെ ആത്മസ്രോതത്തെ പ്രണാമം അറിയിച്ചുകൊണ്ട് അതിനെ ലോകത്തിന്റെ വാതായനങ്ങളിൽ പകർന്നു നൽകിയ ഋഷി സപ്തമന്മാർ നമുക്കുണ്ട്. ആ വിശ്വമഹാഗുരുവിന്റെ ആത്മവെളിച്ചം ലോകം അറിയില്ലായിരുന്നു. എങ്ങനെ ടാഗോറിന് കിട്ടിയതിന് മുമ്പേ തന്നെ നാരായണ ഗുരുവിന് നോബൽ പ്രൈസ് കിട്ടുമായിരുന്നു. അത് കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന് നാം ഓർക്കണം. അല്ലെങ്കിൽ ഗുരു മരിച്ചിട്ട് 100 നൂറ്റാണ്ട് അടുക്കാൻ പോകുന്നു. ഇതുവരെ ലോകത്തിന്റെ കൺസെപ്റ്റിൽ അത് അങ്ങിച്ചെല്ലാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ലോകാംഗീകാര ഗുരുവായി അംഗീകരിക്കാൻ കഴിഞ്ഞതിന്റെ ചുരുക്കം എന്തായിരുന്നെന്ന് വെച്ചാൽ ഗുരു എഴുതിയത് സംസ്കൃത കൂടുതൽ ഉള്ളത് ദർശനമാലയിലോ അതങ്ങനെയുള്ള വേദാന്തിക് പോയംസിൽ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഗുരു എഴുത് ജനം സംസാരിക്കുന്ന ഭാഷയിലാണ്. ബുദ്ധൻ ചെയ്തതുപോലെ ആ ഭാഷയിലാണ് ഗുരു എഴുത്. ജനത്തിന് വേണ്ടിയുള്ളത് ജനത്തിന്റെ ഭാഷയിൽ സംക്രമിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്ന് ലോകം കൈയടക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലൂടെ അത് പ്രദാനം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അതിൻ്റെ മനസ്സിലാക്കാൻ ജനകോടികൾ ഇല്ലാതെ വന്നതിൻ്റെ അപര്യാപ്തത ഷോർട്ട് ട്രീറ്റ്മെന്റിലൂടെ പരിഹരിച്ച 2 ത്യാഗോജ്വലമായ ജീവിതം നയിച്ച സന്യാസി വര്യന്മാരായിരുന്നു നടരാജഗുരുവും നിത്യചൈതന്യ യതി എന്ന് നാം മനസ്സിലാക്കണം. ഇനി അപ്പൊ ആ ആശയത്തെ ഏകലോക ഏകപൗര സിദ്ധാന്തത്തെ ലോകത്തെത്തിക്കാൻ ശ്രമിച്ച മഹാനുഭാവനായിരുന്നു നടരാജഗുരു. നടരാജഗുരുവിന്റെ യതിയും ഈ ഗവൺമെന്റിന്റെ സാംശിക 2 ആ വിസ്ഡം
നോളജ്, ഏകലോക സിദ്ധാന്തത്തിന്റെ എഴുതിയിട്ടുണ്ടല്ലോ, രണ്ടുപേരുടെ ഉണ്ടല്ലോ, ഏകലോക യൂണിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അതല്ല സർ, മറ്റേ യതിയും നടരാജഗുരു എഴുതിയിട്ടുണ്ട്, യതിയും ഒന്നുണ്ടല്ലോ, വേൾഡ് മെമ്മോറണ്ടത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള ഈ രണ്ടുപേരും ഏതെങ്കിലും നടരാജഗുരുവിന്റെ വേൾഡ് കൺസെപ്റ്റ് എന്തായിരുന്നു അന്ന്? ഇത് ലോക സമാധാനത്തിന് വേണ്ടി, വേൾഡിന്റെ ഹാർമണിക്ക് വേണ്ടി. അടിക്കാതെ എന്റെ കണ്ണുകൾ എനിക്ക് ദുഃഖം കാണാനിടയാക്കാത്തതാകട്ടെ. ഒരു നെപ്പോളിയൻ ചെയ്തെന്നോ മറ്റുള്ള ഒരു ക്രൂരനായ ഭരണകാരി ചെയ്യുന്ന മാസ് കില്ലിങ്സ് അവോയ്ഡ് ചെയ്താൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നു. ആ മാസ് കില്ലിങ്ങിന്റെ പ്രൊഫറ്റ്സുകളായി ഇന്ന് ലോക ഭരണാധികാരികൾ മാറിയിരിക്കുന്നു. അത് മാറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് വേണ്ടി സമ്മാനിച്ചതാണ് വേൾഡ് മെമ്മോറാണ്ടം. ഇറ്റ് ഇസ് എ സിമ്പിൾ റൈറ്റിംഗ്സ്, കുറച്ച് പേജസേ ഉള്ളൂ. പക്ഷേ ലോക സമാധാനം എങ്ങനെ സംശീകരിച്ചെടുക്കാൻ കഴിയും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ പ്രാക്ടിക്കബിലിറ്റി, എന്തൊക്കെ ചെയ്യണം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വേൾഡ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും വായിക്കാൻ കഴിയും. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിൽ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. എനിഹാവ് ഈ ലോകത്തിന്റെ സാംശീകരണത്തിന്, സംക്രമണത്തിനും ലോകത്തെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമെങ്കിൽ ഗുരുവിന്റെ ആപ്തവാങ്ങ പ്രസക്തി ഉണ്ടാവണം. നടരാജഗുരുവിന്റെ വൺ വേൾഡ് എക്കോണമി, അബ്സല്യൂട്ട്, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ലോക ഇന്റലക്ച്വൽസ് കൈകാര്യം ചെയ്യുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാവരും ഇന്റലക്ച്വൽസ് സമർപ്പിക്കപ്പെടുന്ന അറിവിന്റെ വെളിച്ചങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന എന്നുള്ള ആ ദ്വര നമ്മൾ ഉണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ലോകത്തിന് കിട്ടിയ ആത്മവെളിച്ചത്തിന്, ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉള്ള ഈ പ്രബന്ധത്തിന് ഞാൻ വിരാമമിടുകയാണ്. എൻ്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന ആക്കുന്നത് എന്തൊക്കെയാണോ ആ വേൾഡ് മെമ്മോറാണ്ടം, എന്തൊക്കെ പ്രാബല്യങ്ങൾ വരുത്താമെന്നുള്ളത് സമയ ചുരുക്കം കൊണ്ട് ചുരുക്കുന്നു. മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ച ഗുരുവിൻ്റെ ആത്മവെളിച്ചത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാൻ ഒരു സൈദ്ധാന്തിക സിദ്ധാന്തത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഗുരു ആത്മാവിൻ്റെ ആത്മവെളിച്ചമായി ഈ ഭുജക്രവാളത്തിൽ തിളങ്ങട്ടെ എന്നും ഇത് പറഞ്ഞതുപോലെ ഗന്ധർവ ഗ്രാമങ്ങളിലല്ലാതെ ശാശ്വത ശാന്തിയുടെ തഥാഗത ഭൂമി പോലെ പവിത്രമായ ഒരു തലങ്ങളിലേക്ക് അണഞ്ഞ് ശാന്തിധാമമായി ഈ ഗുരുകുലം മാറട്ടെ, ഗുരുകുലം ലോകത്തിന് വെളിച്ചം പകരട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറു സംസാരം നിർത്തുന്നു. നിങ്ങൾക്ക് പ്രണാമം.